Cyber addictions. Computer and internet addiction means the overuse of computers and internet to such extent that everyday life of an individual collapses. Thus, it finally leads to complete breakdown of his personal and social relationship, work and sleep routine, as well as his mood and thinking capability. ഇപ്പോൾ സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ ഓവർ യൂസ് ചെയ്യണതിനാണ് സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം അവർ ഡെയിലി ലൈഫിൽ നടക്കുന്ന റൂട്ടീൻസ്, പിന്നെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ ചേഞ്ച് വരാണ് സൈബർ അഡിക്ഷൻ കാരണം. സൈബർ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ സ്ഥിരം ചെയ്തിരുന്ന ഈ ഡെയിലി റൂട്ടീൻസ് ഇതെല്ലാം ആകെ മാറിപ്പോവും. അതുപോലെ തന്നെ സൈബർ അഡിക്റ്റ് ആയ ഒരാളുടെ മൂഡ്, പിന്നെ തിങ്കിങ് ക്യാപ്പബിലിറ്റി, ഇതെല്ലാം കുറയുകയും ചെയ്യും. സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറിന് മുന്നിൽ കുറേ കാലം ചിലവഴിക്കുന്ന ഒരാളെയാണ് സൈബർ അഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് സൈബർ അഡിക്ഷൻ്റെ. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തേണ് റിലേഷൻഷിപ്സ്. സ്പെൻഡിങ് എക്സസീവ് എമൗണ്ട്സ് ഓഫ് ടൈം സ്റ്റാർട്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൺലൈൻ ഫ്രണ്ട്ഷിപ്സ് ഇൻ ചാറ്റ് റൂംസ് വിച്ച് റിപ്ലേസ് റിയൽ ലൈഫ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഈ വിർച്വൽ വേൾഡിലുള്ള ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തതാവാം. സാധാരണ പുറത്തൊക്കെ ഇറങ്ങി കുറേ പേരുടെ കമ്പനി അടിച്ച് നടക്കണ പകരം നമ്മൾ ഓൺലൈനിൽ ചാറ്റ് ചെയ്ത് കുറേ റിലേഷൻഷിപ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുക. കൂടുതലും ഇതിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഫസ്റ്റ് പറയുന്നത് റിലേഷൻഷിപ്സിൽ. രണ്ടാമത്തെ പോയിൻ്റാണ് മണി എന്നുള്ളത്. This may take the form of compulsively gambling online, trading online and partaking in online auctions. ഇതെന്ന് പറയുന്നത് നമ്മൾ കൂടുതലും പൈസ സ്പെൻഡ് ചെയ്യുക ഓൺലൈൻ വഴി. ഇപ്പോൾ ബെറ്റ് വയ്ക്കുക, പിന്നെ ട്രേഡിങ്, അതങ്ങനെ വെച്ച് കുറേ പൈസ നമ്മൾ ഓൺലൈൻ വഴി തന്നെ സ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ പോയിൻ്റ് ഇൻഫോർമേഷൻ സെർച്ചിങ്, കമ്പൽസീവ് വെബ് സർഫിംഗ് ഓർ ഡാറ്റാബേസ് സെർച്ചസ്. ഇത് പറയുന്നത് നമ്മൾ കൂടുതൽ ഇൻഫോർമേഷൻസൊക്കെ സെർച്ച് ചെയ്ത് എടുക്കുക, കൂടുതൽ ഓൺലൈൻ തന്നെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ പോയിൻ്റ് ഗെയിമിങ്, ഒബ്സസീവ് കമ്പ്യൂട്ടർ ഗെയിം പ്ലേയിങ് ഇൻക്ലൂഡിങ് മൾട്ടി യൂസർ ഗെയിംസ്. കൂടുതൽ നമ്മൾ ഗെയിം കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതിൽ പറയുന്നത് പലതരം ഗെയിം, മൾട്ടി യൂസർ ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ പബ്ജി, ഇതുപോലത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിംസിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റ് എന്നുള്ളത് സെക്സാണ്. അഡിക്ഷൻ ടു അഡൾട്ട് ചാറ്റ് റൂംസ്, സൈബർ സെക്സ് ഓർ പോണോഗ്രഫി ഓൺ ദി ഇൻ്റർനെറ്റ്. Who can become addicted to the internet? Anyone with access to the internet can be dependent upon computer and internet regardless of gender or age. The internet and mobile technologies offer a world of attractions to all. It is available all the time, easily accessible, and it offers continuous entertainment and stimulation. It also offers the opportunity for anonymity and can offer an escape from reality, and it can be a place where we can lower our shyness and experience an increased sense of intimacy. ഇതിൽ പറയുന്നത് ആർക്കൊക്കെയാണ് ഇതിൽ അഡിക്റ്റ് ആവാൻ പറ്റാത്ത ഇൻ്റർനെറ്റ്. അഡിക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മതി. പിന്നെ അതിന് ജെൻഡർ, ഏജ് അങ്ങനെയൊന്നുമില്ല, ആർക്കാണെങ്കിലും അഡിക്റ്റ് ആകാൻ പറ്റും. കാരണം ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്, നമുക്ക് ഏത് നേരം വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും പെട്ടെന്ന് അഡിക്റ്റ് ആവും.
പിന്നെ നമുക്ക് റിയൽ ലൈഫ് ഒരു എസ്കേപ്പും കൂടിയാണത്. ഇതിൽ നമുക്ക് നമ്മുടെ ഷൈനസ് കുറച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കാരണം പെട്ടെന്ന് അഡിക്റ്റ് ആവാൻ എല്ലാവർക്കും പറ്റും. ഇപ്പോൾ എല്ലാ അഡിക്ഷനും പ്രോബ്ലംസ് ഉള്ള പോലെ തന്നെ ഇതിനും പ്രോബ്ലംസ് ഉണ്ട്. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്കിപ്പിംഗ് മീൽസ്, ലോസിങ് സ്ലീപ്പ് ആൻഡ് ടൈം ഫോർ അതർ തിങ്സ് ഇവൻ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം സ്കിപ്പ് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കഴിക്കാണ്ടിരിക്കുക, ടൈം തന്നെ ആകെ തെറ്റിപ്പോകും. പിന്നെ ഉറക്കം, ടൈമിൽ ഉറക്കം ശരിയാവില്ല, ഒട്ടും ഉറങ്ങാണ്ട് തന്നെ ഇരിക്കുക, ഫുൾ ടൈം നമ്മൾ ഓൺലൈനിൽ തന്നെ ചിലവഴിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് റീഅറേഞ്ചിങ് ഡെയിലി റൂട്ടീൻസ് ആൻഡ് നെഗ്ലക്റ്റിംഗ് സ്റ്റഡീസ് ഓർ അതർ ആക്ടിവിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു സ്പെൻഡ് മോർ ടൈം ഓൺലൈൻ. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മളെ ഡെയിലി റൂട്ടീൻസ് റീഅറേഞ്ച് ചെയ്യുക. നേരത്തിൽ ചെയ്യേണ്ട ഡെയിലി റൂട്ടീൻസൊക്കെ വേറെ വൈകി ചെയ്യുക. പിന്നെ സ്റ്റഡീസ് ഇതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ വേറെ ആക്ടിവിറ്റീസ്, നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള വേറെ കുറേ ആക്ടിവിറ്റീസും ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് കൂടുതൽ നേരം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുക. മൂന്നാമത്തെ, this has the potential to affect performance and relationships with friends or family. ഫാമിലിയും ഫ്രണ്ട്സായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെ കുറഞ്ഞു വരാം. കൂടുതൽ നേരം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുക, അത് അവർ തമ്മിലുള്ള ബന്ധത്തിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ, there may be financial problems depending on the nature of the communication. Example, dial-up connection or text messages and the activity online, paying for content, gambling and subscriptions. നമ്മൾ ഇതുവഴി കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, കുറേ തട്ടിപ്പിന് ഇരയാവാം. പിന്നെ അതുപോലെ തന്നെ ഗാംബ്ലിങ്, പിന്നെ വേറെ കുറേ കണ്ടൻറ്റ് അവൈലബിൾ ആവാനായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ലാസ്റ്റ് പോയിന്റ്, there are also physical problems associated with bad diet, lack of exercise and also with extended computer use. നമ്മൾ ഓൺലൈനിൽ തന്നെ ഇരിക്കുമ്പോൾ ഫിസിക്കലായിട്ടുള്ള കുറേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നേരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ഡയറ്റ് പ്ലാനിൽ തന്നെ കുറേ പ്രശ്നം ഉണ്ടാവുക. പിന്നെ എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ. സോ വാട്ട് ഈസ് ഹെൽത്തി ആൻഡ് വാട്ട് ഈസ് അൺഹെൽത്തി ഇൻ്റർനെറ്റ് യൂസ്? There is no easy answer because each person's internet use is so different. Sometimes we want to use the internet extensively for our work, or we might depend heavily on social networking sites to keep in touch with faraway family and friends. Spending a lot of time online is not necessarily a problem, but if we are neglecting our relationships, our work, or other important things in our life, then we may have a problem with internet addiction. If our online activities are getting in the way of our offline life, it's time to strike a new balance. യൂസ് കൊണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രോബ്ലംസ് മാത്രമല്ല, നമുക്കിപ്പോൾ വർക്കിൻ്റെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ദൂരത്തുള്ള റിലേറ്റീവ്സായിട്ട് കണക്ട് ചെയ്തിരിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് പറ്റും. ചിലപ്പോൾ കുറച്ചധികം നേരം യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് മാത്രമല്ല, നല്ല കാര്യങ്ങളും ഉണ്ടെന്നാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വർക്കും പിന്നെ കുറേ റിലേഷൻഷിപ്സ് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഓൺലൈൻ യൂസാണ് നമുക്ക് കുറേ പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ.